CBSE 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ, ഇത് ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആയിട്ടാണ് ഷായ് സാർ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പരീക്ഷയ്ക്ക് 100% ഉറപ്പുള്ള ഒരു ചോദ്യമാണ് അങ്കിവാക്യം, അങ്കവാക്യം ഇവ വേർതിരിച്ചെഴുതാനുള്ള ചോദ്യം, അല്ലേ? വ്യാകരണ ഭാഗത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം അത് തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ ഒരു അങ്കവാക്യത്തെയും അങ്കിവാക്യത്തെയും തിരിച്ചറിയുക? അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നോക്കൂ, വാക്യത്തിൻ്റെ ഘടന അനുസരിച്ചുള്ള വിഭജനത്തിനാണ് അങ്കിവാക്യം, അങ്കവാക്യം എന്ന് പറയുന്നത്. ഒരു വാക്യം ആ ഘടന അനുസരിച്ച്, അതിൻ്റെ ഘടന അല്ലെ, ഒരു വാക്യത്തിൻ്റെ ഘടന എന്താ? SVO അല്ലെങ്കിൽ SOV പാറ്റേൺ ആണ്, അല്ലേ? കർത്താവ്, നമ്മളെ വാക്യത്തിൻ്റെ ഘടന കർത്താവ്, കർമ്മം, ക്രിയ, അല്ലേ? രാമു ദാമുവിനെ കണ്ടു, അങ്ങനെയാണ് നമ്മൾ പറയാം, അല്ലേ? ഇങ്ങനെ ഈ വാക്യത്തിൻ്റെ ഘടന അനുസരിച്ചുള്ള വിഭജനത്തിനെയാണ് നമ്മൾ അങ്കിവാക്യം, അങ്കവാക്യം. ഇനി എന്താണ് അങ്കിവാക്യം? നോക്കൂ മക്കളെ, സ്വന്തമായി ഒരു ആശയം നൽകുന്ന വാക്യമാണ് അങ്കിവാക്യം, അല്ലേ? സ്വന്തമായി നിലനിൽപ്പുള്ള ഒരു വാക്യത്തെയാണ് നമ്മൾ അങ്കിവാക്യം എന്ന് പറയുക. ഒരു സ്വന്തം നിലനിൽപ്പ് എപ്പോഴാണ് ഉണ്ടാകുക മക്കളെ? ഒരു കർത്താവ് ചെയ്യുന്ന ക്രിയ പൂർണ്ണമാകുമ്പോഴാണ് എന്തുണ്ടാകും? സ്വന്തമായി ആശയത്തെ ഉൽപ്പാദിപ്പിക്കാൻ ഒരു വാക്യത്തിന് കഴിയുക. അപ്പോൾ സ്വന്തമായി ഒരാശയം നൽകുന്ന വാക്യത്തിനെ നമ്മൾ അങ്കിവാക്യം എന്ന് പറയുക, മറന്നു പോകരുത്. അങ്കിവാക്യത്തിൽ ഒരു പൂർണ്ണ ക്രിയയുണ്ട്. അതാണ് അങ്കവാക്യത്തെയും അങ്കിവാക്യത്തെയും വേർതിരിക്കുന്ന പ്രധാന ഘടകങ്ങളൊന്ന്. അങ്കിവാക്യത്തിൽ എപ്പോഴും ഒരു പൂർണ്ണക്രിയ ഉണ്ടാകും, എപ്പോഴും ഒരു പൂർണ്ണക്രിയ. നോക്കൂ, സൂര്യൻ ഉദിച്ചു, ഉദിച്ചു, പൂർണ്ണക്രിയ. അങ്കിവാക്യം എന്ന് പറഞ്ഞാൽ, അങ്കിവാക്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന എപ്പോഴാണ്? ക്രിയ പൂർണ്ണമായി നടക്കുന്നുവെങ്കിൽ അവിടെ എന്താണ്? അങ്കിവാക്യം എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അങ്കിവാക്യം എന്തൊക്കെയാണ്? വാക്യത്തിൻ്റെ ഘടന അനുസരിച്ചാണ് അങ്കിവാക്യം, അങ്കവാക്യം എന്നീ രണ്ട് വിഭജനം ഉണ്ടായത്. അങ്കിവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തമായി ഒരു ആശയം നൽകുന്ന വാക്യത്തെയാണ് നമ്മൾ അങ്കിവാക്യം എന്ന് വിളിക്കുന്നത്. അങ്കിവാക്യത്തിൽ ഒരു പൂർണ്ണക്രിയ ഉണ്ടാവും, അതാണ് നമ്മൾ സൂര്യൻ ഉദിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്കിവാക്യം എന്താ? ഉദാഹരണം കൂടെ കിട്ടുമ്പോൾ എൻ്റെ കുഞ്ഞു മക്കൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ എന്താണ് അങ്കിവാക്യം എന്നുള്ളത് ഒന്ന് ക്ലിയറാക്കി മനസ്സിലാക്കി വെക്കുക. അങ്കിവാക്യം തിരിച്ചറിയാൻ അതിലൊരു പൂർണ്ണക്രിയ ഉണ്ടാവും, വ്യക്തമായൊരു ആശയം തരുന്ന വാക്യമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള വാക്യത്തെയാണ് നമ്മൾ അങ്കിവാക്യം എന്ന് വിളിക്കുക. ഇനി നമുക്ക് അങ്കവാക്യത്തിലേക്ക് പോകാം. അങ്കിവാക്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് അങ്കവാക്യം. അങ്കിവാക്യത്തോട് ചേർന്ന് നിൽക്കുന്ന വാക്യങ്ങളെയാണ് അങ്കവാക്യം എന്ന് വിളിക്കുക. അങ്കവാക്യത്തിൽ ഒരു അപൂർണ ക്രിയ ആയിരിക്കും ഉണ്ടാവുക, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്കിവാക്യത്തിൽ ഒരു പൂർണ്ണക്രിയ ആണെങ്കിൽ അങ്കവാക്യത്തിൽ അത് അപൂർണ ക്രിയ ആയിരിക്കും, അതാ വ്യത്യാസം. അപ്പം അങ്കിവാക്യത്തിൽ നിന്ന് അങ്കവാക്യത്തെ വ്യത്യാസപ്പെടുത്തുന്നത് എന്താണ്? നോക്കൂ, ഞാൻ വന്നപ്പോൾ അവർ പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ അങ്കവാക്യം എന്ന് പറഞ്ഞത് എവിടെയാണ്? ഞാൻ വന്നപ്പോൾ, വന്നപ്പോൾ എന്നത് വന്നു എന്നതിൻ്റെ അപൂർണമായ ക്രിയ, എന്തോ ഒന്നുകൂടെ നടക്കാനുണ്ട്, അല്ലേ? ഞാൻ വന്നപ്പോൾ അവിടെ അപ്പോൾ അതേതാണ്? അങ്കവാക്യമാണ്. അവർ പോയി കഴിഞ്ഞിരുന്നു, അല്ലെ? പോയി കഴിഞ്ഞിരുന്നു പൂർണ്ണക്രിയല്ലേ? എന്താണ്? അങ്കിവാക്യമാണ്. കണ്ടോ നിങ്ങൾക്ക്? അങ്കവാക്യവും അങ്കിവാക്യവും എങ്ങനെയാണ് വേർതിരിക്കുന്നത് മനസ്സിലായ എൻ്റെ മക്കൾക്ക്, അല്ലേ? ഇനി അയാൾ വരമ്പ് മുറിച്ച് കടക്കുമ്പോൾ എതിരെ വരുന്നവർ റേഡിയോ ശ്രദ്ധിക്കുമായിരുന്നു. ഇവിടെ അയാൾ വരമ്പ് മുറിച്ച് കടക്കുമ്പോൾ അപൂർണക്രിയയാണ്, അല്ലേ? എതിരെ വരുന്നവർ റേഡിയോ ശ്രദ്ധിക്കുമായിരുന്നു. എതിരെ വരുന്നവരും ശരിക്കും എന്താണ്? അപൂർണക്രിയ തന്നെയാണ്. രണ്ട് അങ്കവാക്യവും ഒരു അങ്കിവാക്യവുമുള്ള ക്രിയ ഉണ്ട്, അല്ലേ? ചൂർണിക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. റേഡിയോ ശ്രദ്ധിക്കുമായിരുന്നു, അതാണ് അതിലെ അങ്കിവാക്യം എന്ന് പറയുന്നത്, അതാണ് അതിലെ അങ്കിവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ വരമ്പ് മുറിച്ച് കടക്കുമ്പോൾ എതിരെ വരുന്നവർ വരെ അങ്കവാക്യമാണ്. അതിന് നമുക്ക് വേണമെങ്കിൽ രണ്ടാക്കി മാറ്റാം, അല്ലേ? അയാൾ വരമ്പ് മുറിച്ച് കടക്കുമ്പോൾ ഒരംഗവാക്യം, എതിരെ വരുന്നവർ മറ്റൊരു അംഗവാക്യം. അങ്കിവാക്യം എന്താണ്? റേഡിയോ ശ്രദ്ധിക്കുമായിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായ മക്കൾക്ക്? ഇങ്ങനെയാണ് അംഗവാക്യവും അങ്കിവാക്യവും വേർതിരിച്ചറിയുക.
കുട്ടിച്ചൻ മാപ്പിളയെ വിട്ടുകൊണ്ട് വെള്ളായപ്പൻ തൻ്റെ യാത്ര തുടർന്നു. അല്ലേ? കുട്ടിച്ചൻ മാപ്പിളയെ വിട്ടുകൊണ്ട് വെള്ളായി അപ്പൻ എന്ന് വരുന്നത് അംഗവാക്യമാണ്. യാത്ര തുടർന്നു എന്നുള്ളത് അങ്കിവാക്യമാണ്. ഇങ്ങനെയാണ് ഒരു അംഗവാക്യത്തെയും അങ്കിവാക്യത്തെയും നമ്മൾ വേർതിരിക്കുന്നത്. അങ്കിവാക്യത്തിന് പൂർണ്ണക്രിയ ഉണ്ടാകും, വ്യക്തമായി സ്വന്തമായ ഒരു ആശയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അല്ലേ? തൻ്റെ യാത്ര തുടർന്നു, ആശയം പൂർണ്ണമാണ് അവിടെ. അല്ലേ? റേഡിയോ ശ്രദ്ധിക്കുമായിരുന്നു, പൂർണ്ണക്രിയയാണ്. അല്ലെ? പൂർണ്ണമായ ആശയത്തെ നൽകുന്നുണ്ട്, അതാണ് അങ്കിവാക്യം. അപ്പോൾ പൂർണ്ണമായ ആശയത്തെ നൽകുന്നതും ഒരു പൂർണ്ണക്രിയയുള്ളതുമായ വാക്യത്തെ നമ്മൾ അങ്കിവാക്യമെന്നും, സ്വന്തമായ ഒരാശയം നൽകാതെ അങ്കിവാക്യത്തോട്, ഇതൊക്കെ അങ്കിവാക്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. മക്കൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഞാൻ വന്നപ്പോൾ അവർ പോയി കഴിഞ്ഞിരുന്നു എന്ന അങ്കിവാക്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഞാൻ വന്നപ്പോൾ എന്ന് വരുന്ന അംഗവാക്യം. അങ്കിവാക്യത്തോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും, ഒരപൂർണ ക്രിയ ഉള്ളതായിരിക്കും. ഇതിനാണ് അംഗവാക്യം എന്ന് പറയുക. അപ്പം അംഗവാക്യം അങ്കിവാക്യം എന്നുള്ളത് കൃത്യമായി എൻ്റെ മക്കൾക്ക് മനസ്സിലായോ? കൃത്യമായി മനസ്സിലായോ? അപ്പം അതെല്ലാം വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ രണ്ട് ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് പല തവണ ചോദിച്ച ചോദ്യം ആയതുകൊണ്ട് തന്നെയാണ് അത് തന്നെ ഞാൻ എടുത്തത്. അപ്പോൾ അയാൾ വരമ്പ് മുറിച്ച് കിടക്കുമ്പോൾ എതിരെ വരുന്നവർ റേഡിയോ ശ്രദ്ധിക്കുമായിരുന്നു എന്നുള്ളത് അങ്കിവാക്യമാണ്. കുട്ടിച്ചൻ മാപ്പിളയെ വിട്ടുകൊണ്ട് വെള്ളായപ്പൻ എന്നുള്ളത് അംഗവാക്യമാണ്. തൻ്റെ യാത്ര തുടർന്നു എന്നുള്ളത് ഏത് അങ്കിവാക്യമാണ്. അപ്പോൾ അങ്കിവാക്യം അംഗവാക്യം കൃത്യമായി മനസ്സിലായോ? അപ്പോൾ നമ്മൾ അടുത്ത ഒരു വീഡിയോവുമായി അടുത്ത തവണ കാണാം. അതുവരേക്കും ബായ് മക്കളെ.